രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് വിളിച്ചു കൂവുന്നത് എന്ന് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. രാഹുൽ ഗാന്ധിക്ക് അറിയത്തില്ല, ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കൾക്ക് പോലും പിടികിട്ടുന്നില്ല എന്തൊക്കെയാണ് ഈ രാഹുൽ വിളിച്ച് പറയുന്നത്. ഒരു പൊട്ടനെ പോലാണ് ഓരോ കാര്യങ്ങൾ പെരുമാറുകയും പറയുകയും ചെയ്യുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിലും ഇന്ത്യയിലൊരു പബ്ലിക് റാലിയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അഭിപ്രായങ്ങൾ പലതുമുണ്ട്, വ്യത്യാസമുണ്ട്, എല്ലാം പറയാൻ പറ്റും. പക്ഷെ അതേപോലെയല്ല അമേരിക്കയിൽ പോയി ഒരു യൂണിവേഴ്സിറ്റിയിലും അവിടെ പല പബ്ലിക് മീറ്റിങ്ങിലും വല്ലാത്ത രീതിയിലാണ് ഇന്ത്യ ഗവൺമെൻറ്റിനെ മാത്രമല്ല അറ്റാക്ക് ചെയ്യുന്നത്, പൊതുവെ ഇന്ത്യ എന്ന് പറയുന്ന നേഷനെ അറ്റാക്ക് ചെയ്യുകയാണ്. പറഞ്ഞൊരു സംഭവമാണ്, സിഖുകാർക്ക് മതസ്വാതന്ത്ര്യമില്ല ഇന്ത്യയിൽ. അവർ തലപ്പാവ് കെട്ടാൻ പറ്റുന്നില്ല, അവർക്ക് കൃപാണിടാൻ പറ്റുന്നില്ല, അവർക്ക് ഗുരുദ്വാരയിൽ പോകാൻ പറ്റുന്നില്ല. ആലോചിച്ച് നോക്കുക, ഇന്ത്യയിലെ ഭീകരപ്രവർത്തകർ നേരത്തെ ഉണ്ടായിരുന്ന പല സിഖ് നേതാക്കളുമുണ്ട്, പല തിരിച്ചു വന്നവരുണ്ട്. അതേപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവർ പോലും പറഞ്ഞിട്ടില്ല ഈ സംഭവം, ഇന്ത്യയിൽ സിഖുകാർക്ക് മതസ്വാതന്ത്ര്യമില്ല എന്നുള്ള സംഭവം. അതും യൂണിവേഴ്സിറ്റിയിലെ അടുത്ത തലമുറയോട് ഇത് ലോകം മുഴുവനും ബാച്ച് ചെയ്യുന്നുണ്ട്. ടോട്ടൽ നോൺസെൻസ് ആണ് വിളിച്ചു പറയുന്നത്, ടോട്ടൽ നോൺസെൻസ്. ഇന്ത്യയിൽ മുസ്ലിം കമ്മ്യൂണിറ്റി പോലും പറയത്തില്ല ഇന്ത്യയിൽ അവർക്ക് സ്വാതന്ത്ര്യമില്ല. ഇന്ത്യയിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ പ്രത്യേകത. പക്ഷെ വിളിച്ചു പറയുകയാണ്, പ്രതിപക്ഷ നേതാവാണ് വിളിച്ചു പറയുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള. അത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ശരിക്കും പ്രസൻസ് ഉള്ള ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ ലീഡറാണ് വിളിച്ചു പറയുന്നത്. കംപ്ലീറ്റ് നോൺസെൻസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, 16-17 വയസ്സുള്ള ഒരു പയ്യൻ്റെ ബോധം മാത്രമേ ഇയാൾക്കുള്ളൂ. ഇത് ആലോചിച്ച് നോക്കുക, ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഇത് പറയുമ്പോൾ ഇതൊരു വലിയൊരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ടങ്ങ് മാറും. അതിൻ്റെ കാര്യം എന്താ, ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നത് ഗ്ലോബലായിട്ടുള്ള സ്റ്റുഡൻസാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം മറ്റുള്ള ഒരു രാജ്യത്ത് പോയിട്ട് പറയുമ്പോൾ അതിന് അത്രമാത്രം പ്രാധാന്യം വരുന്നില്ല. പക്ഷെ അമേരിക്കയിൽ യൂണിവേഴ്സിറ്റി പോയി പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് അങ്ങ് പിച്ച് മാറി. ആലോചിച്ചു എന്തൊക്കെ ഇന്ത്യയിൽ ജനാധിപത്യമില്ല. ഈ പല യൂട്യൂബേഴ്സും പല നോൺസെൻസ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കിയൊരു സംഭവമാണ് ഇന്ത്യയിൽ ജനാധിപത്യമില്ല. അതവിടെ ചെന്ന് വിളമ്പിയേക്കുകയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ പില്ലേഴ്സ് മുഴുവനും നാശമാക്കുന്ന രീതിയിലാണ് രാഹുലിൻ്റെ പ്രകടനം. ബേസിക്കലി അതിനെ എങ്ങനെ എതിർക്കണമെന്ന് പോലും BJPക്ക് പിടികിട്ടുന്നില്ല. അല്ല, ഇന്ത്യയുടെ പ്രതിച്ഛായ വളരെ മോശമായ രീതിയിലാണ് രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ തന്നെയാണ് ഇന്ത്യയിൽ എമർജൻസി കൊണ്ടുവന്ന് എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതാക്കിയത്. അത് അവരുണ്ടാക്കിയ സംഭവം. അത് പുതിയതായിട്ട് വന്ന ഒരു ഭരണകർത്താവിൻ്റെ മൂന്നാമത്തെ ടൈമിൽ വരുന്ന മോദിയുടെ തലയിലാണ് ഇപ്പോൾ വെച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഭയാനകമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ, ദുരുവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ത്യയിൽ. കാരണം ഇന്ത്യക്കെതിരെ വലിയൊരു ശക്തി പലയിടത്തും ഉണ്ടായി വരും. അതാണ് ഈ പറയുന്നത് മുഴുവനും കംപ്ലീറ്റ് നോൺസെൻസ്. ആ സ്റ്റേറ്റ്മെൻറ്റ് പലയിടത്തും ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴൊക്കെ ഇത് ആരോ എഴുതി കൊടുക്കുക ചെയ്യുന്നത്. കാരണം പുള്ളിക്ക് സ്വന്തമായിട്ടൊന്നും ഇത് ജനറേറ്റ് ചെയ്യാനുള്ള കഴിവില്ലെന്ന് ഞാൻ പല ആവർത്തിയും പല വീഡിയോകളിലും പല പോസ്റ്റുകളിലും പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കഴിവൊന്നുമില്ല. ഇത് ആരോ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പറയുമോ അങ്ങനെ പറയുമോ ഇങ്ങനെ പറയുമോ വെച്ചങ്ങ് അടിക്കുകയാണ്. അതായത് നമ്മുടെ രാജ്യത്ത് മോശമായിട്ട്, ഏറ്റവും മോശമായിട്ട്. ഇനി അടുത്തത് എന്തുവാ, കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. ഇപ്പോൾ അമേരിക്കയിൽ എല്ലാവർക്കും ഓരോ ഗ്രൂപ്പുകൾ, പലർക്കും പല രീതിയിൽ. കാരണം അവിടെ പല സ്വാതന്ത്ര്യമുണ്ട്, അവിടെ ഈ പ്രശ്നമൊന്നുമില്ല. അവരുടെ കൺട്രോളിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോയി കഴിയുമ്പോൾ അവൻ ക്ലിപ്പിന് കയറി പിടിക്കും, അവരുടെ കൂടെ കൂടുന്നു. ആലോചിച്ച് നോക്കി, ഇത്രയും നാൾ ഇന്ത്യ ഭരിച്ചിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കാശ്മീർ എന്ന് പറയുന്നത്. അതിനെ കൺട്രോളിലാക്കി. എന്താ കാശ്മീരിലെ ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോ ജിഹാദി IS ഗ്രൂപ്പാണ് ഈ അമേരിക്കയിലാണ് പ്രവർത്തിക്കുന്നത്.
അവരുടെ കൂടെ നിൽക്കുക, അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി സംസാരിക്കുക. അതായത് ഇന്ത്യയെ പല പീസുകളാക്കണം താല്പര്യമുള്ള ഒരാളാണോ രാഹുൽ? എനിക്ക് സംശയമുണ്ട്. കാരണം അതേപോലെ വിഡ്ഢിത്തരവും പൊട്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഇന്ത്യയിലെ പല ആൻറ്റി സോഷ്യൽ മൂവ്മെൻറ്റ്സും ലോകത്ത് പല ഭാഗത്തുമുണ്ട്. അതിന് ഫണ്ടിങ് കൊടുക്കുന്നവരുണ്ട്, അത് ചെയ്യുന്നവരുണ്ട്. അവരുടെ കൂടെ ചേർന്ന് ഇന്ത്യ ഇതേപോലെ അപമാനിക്കുന്നു വല്ലാത്ത രീതിയിൽ. ഇപ്പം ഇന്ത്യയിൽ നിന്ന് നേരത്തെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലായിടത്തും പോകാറുണ്ട്. അമേരിക്കയിൽ പോകാറുണ്ട്, പല വിദേശ രാജ്യങ്ങളിൽ പോകാറുണ്ട്. ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും രാഹുൽ ഗാന്ധി പറയുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ലയോ? ഇതാണ് ചോദ്യം. അതായത് മുഴുവൻ ഇന്ത്യക്കാരെയും തകർക്കുന്ന രീതിയിൽ ആണ് രാഹുൽ ഗാന്ധി പെരുമാറുന്നത്. അത് ഞാൻ ഈ പറയുന്ന ആദ്യത്തെ പോയിന്റ് വീണ്ടും വല്ലാത്ത രീതിയിൽ പ്രശ്നമുണ്ടാകും. കാരണം ഈ രാഹുൽ ഗാന്ധി ഇൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇന്ത്യയുടെ വല്ല കീ ആയിട്ടുള്ള പോസ്റ്റിൽ പ്രധാനമന്ത്രിയോ മറ്റോ പല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇത് ബാക്ക് ഫയർ ചെയ്യും. ഈ സംഭവം ഇത് വല്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഈ സംഭവങ്ങളുടെ ഓരോ പിച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പലരും ഞെട്ടിയിരിക്കും, എന്തൊക്കെയോ വിഡ്ഢിത്തരം വിളിച്ച് പറയുന്നു. അപ്പം അവർ ചുമക്കുവാണ് ഇയാളെ. അപ്പം ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വീണ്ടും ഈ കോൺഗ്രസ് പാർട്ടി ഇവിടെ ക്ലച്ച് പിടിക്കുമെന്ന്. കാരണം ഇത് കേൾക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ 2024 അവർക്കെങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു സിഖുകാരന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? വേറെ ആർക്കെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് മത തീവ്രതായിട്ടുള്ള കക്ഷികളുണ്ട്, അവർക്കിത് അക്സെപ്റ്റ് ചെയ്യാം. അവരെ സുഖിപ്പിക്കുവാൻ വേണ്ടിയാണ് ഓരോന്നും അടിച്ചു വിടുന്നത്. ഇവിടെ ജനാധിപത്യമില്ല, അതില്ല, ഇതില്ല, പ്രസ് ഫ്രീഡം ഇല്ല. ഇവിടെ പ്രസ് ഫ്രീഡം ഇല്ലാഞ്ഞിട്ടാണോ ഇത്രയും കാര്യങ്ങൾ മോദിക്കെതിരെ പറയുന്നത് ഓരോ ദിവസം പറയുന്നില്ലേ? ഈ രാജ്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടി രാഹുലിൻ്റെ പുറകിൽ ആരൊക്കെയോ ഉണ്ട്. ഇതിനെപ്പറ്റി കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും അന്വേഷിക്കേണ്ട ആവശ്യമാണ്. വല്ലാത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിൻ്റെ സീനിയറായിട്ടുള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇവരുടെ നേതാക്കളുമായിട്ട് ഈ ഇന്ത്യ ഭരിക്കുന്ന മോദി ഗവൺമെൻറ്റിൻ്റെ ആളുകൾ ഇൻട്രാക്ട് ചെയ്യണം. ഇത് അനുവദനീയമല്ല. ഈ രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഈ സ്വന്തം രാജ്യത്തിനെതിരെ വളരെ മോശമായിട്ട് പ്രതിപാദിക്കുന്നു. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഇത് കൈവിട്ടു പോകുന്ന ഗെയിമിലോട്ടാണ് പോകുന്നത്. അതായത് പല ആളുകളും നാളെ മുതൽ ഇത് പറയാൻ തുടങ്ങുമ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒന്നടങ്കം പറയാൻ തുടങ്ങി ഇന്ത്യ വല്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഇതൊരു ജനാധിപത്യ രാജ്യമല്ല, ഇവിടെ മതസ്വാതന്ത്ര്യമില്ല, എല്ലാവരെയും അടിച്ചമർത്തുന്നു. ഈ രീതിയിലാണ് ഇതൊക്കെയാണ് നടക്കുന്നത്. ഏകാധിപതിയുടെ ഭരണമാണ്, ജനാധിപത്യ ഭരണമല്ല. ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, വോട്ടിംഗ് മെഷീൻ മാനിപ്പുലേറ്റ്, ഇതൊക്കെ വലിയ ഇഷ്യൂ ആണ് ഈ സംഭവം ഗ്ലോബലി. അതായത് ഗ്ലോബലായിട്ട് അക്സെപ്റ്റൻസ് കിട്ടിയ ഇന്ത്യ അവർ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങും. പല ഫോറങ്ങളിലും ഓരോ വേണ്ടാത്ത ഇഷ്യൂകൾ കയറി വരും. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇൻ്റർനാഷണൽ നമ്മൾ പലയിടത്തും അക്സെപ്റ്റൻസ് ഉണ്ട്, അതില്ലാതായി അങ്ങ് മാറുക. ആ സ്ഥിതിയിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് പറയാൻ തന്നെ നാണക്കേട് ശരിക്കും. കാരണം എന്തിനു വേണ്ടി ഇതൊക്കെ പറയുന്നത്? എന്ത് പ്രയോജനമാണ് ഇയാൾക്ക് ഇത് കിട്ടിയത്? ഇന്ത്യയിൽ പറയാം, പക്ഷേ ഒരു വിദേശ രാജ്യത്ത് പോയിട്ട്, അമേരിക്ക പോലെ രാജ്യത്ത് പോയിട്ട് യൂണിവേഴ്സിറ്റികളിൽ ഇത് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക, ഇത് എവിടുന്ന് എങ്ങോട്ട് ഇത് പോകുന്നത്? ഗെയിം അങ്ങ് മാറുക. ഇത് പൂർണ്ണമായിട്ടും ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.